പാലസ്തീനിൽ യുദ്ധം തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. ഇസ്രായേൽ ഇപ്പോഴും നിർത്താനുള്ള ഭാവമില്ല. UN സെക്യൂരിറ്റി കൗൺസിൽ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു, യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം പുനഃസ്ഥാപിക്കണം, വെടിനിർത്തൽ ഉണ്ടാക്കണം എന്നൊക്കെ. ഇസ്രായേൽ ആ പ്രമേയത്തിന് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുത്തില്ല. നെതന്യാഹു മൈൻഡ് ചെയ്തില്ല. അമേരിക്ക ഈ പ്രമേയം വന്നപ്പോൾ ചർച്ചയിൽ നിന്ന് വിട്ടു, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു. അത് ഇസ്രായേലിന് ഒരു തരമായി. സത്യത്തിൽ അമേരിക്ക വീറ്റോ ചെയ്യുകയാണ് ചെയ്യാറ്, പക്ഷേ ഇത്തവണ അത് ചെയ്തില്ല. കാരണം അമേരിക്കയ്ക്ക് പോലും ഹൃദയവേദനയുണ്ട്. അത്രയധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു. 35,000 36,000 ആയിട്ട്. അതിൽ തന്നെ 10,000-ലധികം സ്ത്രീകളാണ്, അതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ്. ഇങ്ങനെ നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചതിന് ശേഷവും ഇസ്രായേൽ ബോംബാക്രമണം തുടരുകയാണ്. ഇത് പുണ്യമാസത്തിൽ ബോംബാക്രമണം നിർത്തിവെക്കും എന്ന് ചില ശുദ്ധഗതിക്കാരെങ്കിലും വിചാരിച്ചു. പക്ഷേ ഇസ്രായേലിന് പുണ്യത്തിലോ പുണ്യമാസത്തിലോ വിശ്വാസമില്ല. അതുകൊണ്ട് ആ സമയത്ത് ബോംബിട്ടു. പെരുന്നാളിൻ്റെ അന്നെങ്കിലും ചെറിയൊരു ഇളവ് കൊടുക്കും എന്ന് വിചാരിച്ചു. ഇല്ല, അതും സംഭവിച്ചില്ല. പെരുന്നാളിൻ്റെ അന്നാണ് ഈ ഹമാസിൻ്റെ പ്രധാന നേതാവിൻ്റെ 3 ആൺമക്കളെയും അവരുടെ 2 കുട്ടികളെയും കൊലപ്പെടുത്തി. അപ്പോൾ ഇത്രയും പൈശാചികമായ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഇടപെടലുണ്ടായി. അവർക്കും ഇസ്രായേൽ വയർ നിറച്ച് കൊടുത്തു. ഇറാനാണ് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെട്ടത്. അവരുടെ നേതാക്കന്മാരെയും വകവരുത്തി. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡറെയും കൊലപ്പെടുത്തി എന്ന് കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോൾ ഇതിനൊന്നും യാതൊരു ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ല, ഞാൻ പോലും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഹമാസിൻ്റെ ഒരു വഴിക്കാക്കിയിട്ടേ തീരുള്ളൂ എന്ന വാശിയിൽ ഈ ഇസ്രായേൽ ഇങ്ങനെ ബോംബാക്രമണവും ഷെല്ലാക്രമണവും അതുപോലെ ഡ്രോൺ ആക്രമണമൊക്കെ തുടരുകയാണ്. പിന്നെ ഇറാനാണ് കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് കാലത്ത് ഒരു പൂത്തിരി കത്തിച്ച് അല്ലെങ്കിൽ കമ്പിത്തിരി കത്തിച്ച് ഇസ്രായേലിനെ ഒരു വഴിക്കാക്കാൻ നോക്കിയത്. അതും ഒട്ടും ഫലവത്തായില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ അതിഭയങ്കരമായിട്ട് തിരിച്ചടിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വരെ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേലിനുള്ള പോലെയുള്ള അയൺ ഡോം നിർഭാഗ്യവശാൽ ഇറാനില്ല. അതുകൊണ്ട് എന്ത് കിട്ടി എന്ന കാര്യം ഇറാൻ ഇതുവരെ പുറത്തുവിട്ടില്ല. അവിടെ ചെറിയ പൂത്തിരിയോ കമ്പിത്തിരിയോ കണ്ട് കത്തിച്ചു, അല്ലെങ്കിൽ മത്താപ്പ് കത്തിച്ചു, അത്രേ ഉള്ളൂ. അത് ഇസ്രായേലാണോ കത്തിച്ചത്, വേറെ വല്ലവരുമാണോ, നമ്മുടെ ഭടന്മാർ തന്നെയാണോ എന്നറിയില്ല. ഏതായാലും ഇറാൻ ഇനി തിരിച്ചടിക്കാനൊന്നും ഉദ്ദേശമില്ല, ഞങ്ങൾ ഇതുകൂടി പരിപാടി നിർത്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അല്ലെങ്കിൽ മൗദൂദി ചാനലുകാർ മാത്രമാണ് ഈ വിഷയം ഇപ്പോഴും എന്തെങ്കിലും താല്പര്യം എടുത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവർ പോലും വിഷമിച്ചു. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ട് ഇപ്പോൾ പലസ്തീൻ പ്രശ്നം മാറ്റിവെച്ച് മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് കരുതി ഈ പലസ്തീനിൽ നടക്കുന്ന നരനായാട്ടിനെതിരായിട്ട് ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കണം. അമേരിക്ക വളരെ വളരെ ദൂരെയുള്ളൊരു രാജ്യമാണ്. അവിടെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണ്. യഹൂദന്മാർ ഇസ്രായേലിലുള്ളതിനേക്കാൾ കൂടുതലുള്ള സ്ഥലമാണ് അമേരിക്ക. ഇസ്രായേൽ തന്നെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള അമേരിക്കയിൽ എല്ലായിടത്തും ഇല്ല. അമേരിക്കയിലെ സർവകലാശാലകളിൽ, പ്രത്യേകിച്ച് ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ഏറ്റവും വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലത്ത്, ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത്, അവിടെ ഇപ്പോൾ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ശക്തിപ്പെട്ടിരിക്കുകയാണ്. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് MIT എന്ന് പറഞ്ഞ ഒരു മഹാസ്ഥാപനമുണ്ട്, അവിടെ ഉണ്ട്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്, യെയിൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്, ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഈ സ്ഥലത്തൊക്കെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, യഹൂദ കുട്ടികളെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. യഹൂദന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, ഇവർ അക്രമാസക്തമായ സമരങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ പോലെയല്ല, ക്യാമ്പസിൽ പോലീസിന് കയറാനായിട്ട് യാതൊരു വിലക്കുമില്ല. പോലീസുകാർ ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ പോലെയല്ല, അവിടെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പേരെഴുതി വെച്ച് വീട്ടിൽ പോക്കോളാൻ പറയുന്ന പരിപാടിയില്ല. ഒരിക്കൽ അറസ്റ്റ് ചെയ്താൽ പിന്നെ നിയമ നടപടികൾ നേരിട്ടേ മതിയാവും. അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ സർക്കാരിന് വീണ്ടും വിചാരമുണ്ടായി കേസ് പിൻവലിക്കുക, അതും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് 100-ലധികം വിദ്യാർത്ഥികളെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് കണ്ടു. എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത്, സത്യത്തിൽ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് മേനോൻ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്. ഇയാൾ ചേർത്തലക്കടുത്ത് എരമല്ലൂർ സ്വദേശിയാണ്. അവിടെ ഈ MITക്കും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ഇടയ്ക്ക് ഇവരുടെ 2 കൂട്ടരെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ബ്രോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ക്ലിപ്പാണ്, നിങ്ങളിത് കാണുക. ഇവിടെ ഈ സമരക്കാർ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടില്ലേ? അവർ വിളിക്കുന്ന മുദ്രാവാക്യം ആസാദി ആണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പണ്ട് വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ് ആസാദി. ആ ആസാദി ഇപ്പോൾ
കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വരെ മുഴങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് സ്വാതന്ത്ര്യം വേണം. എവിടെ നിന്ന് സ്വാതന്ത്ര്യം വേണം? ഈ ബൈഡൻ്റെ ദുർഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. മോഡിയുടെ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ വിളിക്കുന്നത്. മോഡിയുടെ പേരും ഈ കൊളംബിയയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. മുദ്രാവാക്യം ഉറുദുവിലാണ്. ഇവർ തപ്പ് കൊട്ടിയിട്ടല്ല, തപ്പ് കൊട്ടാതെയാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ സഖാവ് കനയ്യകുമാറിന് വലിയ രോമാഞ്ചം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കനയ്യകുമാർ ഈ മുദ്രാവാക്യവുമായിട്ട് കുറേ നാൾ വിലസിയതാണ്. അദ്ദേഹത്തെ രാജ്യദ്രോഹിയായിട്ട് മുദ്രയടിച്ച് BJP-ക്കാർ കോടതിയിൽ വെച്ച് മർദ്ദിച്ച സംഭവമൊക്കെ നമുക്കറിയാം. അദ്ദേഹം പിന്നീട് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി. പിന്നീട് ബെഗുസരായ് മണ്ഡലത്തിൽ മത്സരിച്ചു. ഏതാണ്ട് 4.25 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത്. തോറ്റതിന് ശേഷം പുള്ളിക്ക് CPIയിലുള്ള വിശ്വാസം വല്ലാതെ കുറഞ്ഞുപോയി. ഇന്ത്യയെ ഫാസിസത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് CPI പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കനയ്യകുമാർ നിയോഗിച്ചാൽ കോൺഗ്രസ്സിൽ ചേർന്നു. ഇത്തവണ അദ്ദേഹം ബെഗുസരായിക്ക് വേണ്ടി ശ്രമിച്ചു നോക്കിയത്. പക്ഷേ ലാലു പ്രസാദ് യാദവ് സമ്മതിച്ചില്ല. ഇവിടെ ഞാനും എൻ്റെ മക്കളുള്ളപ്പോൾ ഈ കനയ്യകുമാറിനെ പോലെ ഒരാളുടെ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ചെറുത്തോളം ഫാസിസത്തെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടി പിടിച്ചു. അങ്ങനെ ഇത്തവണ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഞാനപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അന്ന് ഇലക്ഷൻ നോക്കി. മെയ് 25-ാം തീയതിയാണ്. അപ്പോഴേക്കും ഒരുപാട് വൈകും. അല്ലെങ്കിൽ കനയ്യകുമാറിനെ നമുക്ക് പ്രിൻസ്റ്റണിലേക്ക് അയച്ചു കൊടുക്കാമായിരുന്നു. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, MIT, ഹാർവാർഡ്, കൊളംബിയ, പെൻസിൽവാനിയ ഇവിടെയൊക്കെ പോയിട്ട് കനയ്യകുമാറിൻ്റെ ഒരു പ്രസംഗവും ഈ തപ്പുകൊട്ടി ആസാദി മുദ്രാവാക്യം കൂടി മുഴക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആവേശം കിട്ടിയത്. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ബൈഡൻ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈ വർഷം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പാണ്. ഈ നവംബർ മാസത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ബൈഡൻ സാഹിബിൻ്റെ പരാജയം ഉറപ്പാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ആരെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയങ്കരനായ ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. ട്രംപ് വന്നാൽ പാലസ്തീൻ്റെ അവസ്ഥ ഇതായി തീരും. അതുവരെ യുദ്ധം നീണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. വന്നാൽ ഹമാസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കുക. അതുപോലെ യേൽ യൂണിവേഴ്സിറ്റിയിലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും സമരം ചെയ്യുന്ന സഖാക്കൾക്ക് എന്ത് സംഭവിക്കും? അവർ കനയ്യകുമാറിനെ പോലെ കോൺഗ്രസിൽ ചേരുമോ അതോ ഷഹല റാഷിദിനെ പോലെ മോഡിയുടെ ആരാധകയായിട്ട് മാറുമോ? അതുമല്ലെങ്കിൽ ഉമർ ഖാലിദിനെ പോലെ ജയിലിൽ പോകേണ്ടി വരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. ഏതായാലും നവംബർ മാസം വരെ കാത്തിരിക്കുക. അതോടുകൂടി പാലസ്തീൻ പ്രശ്നത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.